നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ഇതാ ആദായ നികുതി സ്ലാബിൽ മാറ്റം വന്നിരിക്കുന്നു. മധ്യവർഗത്തെ ചൂഷണം ചെയ്തുള്ള വികസന തന്ത്രങ്ങളായിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ പിന്തുടർന്നിരുന്നത് എങ്കിൽ മോദി സർക്കാർ അത് മാറ്റിപ്പിടിക്കുന്നു. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനം. ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ഇത് മധ്യവർഗ കുടുംബങ്ങളിലെ നികുതിദായകർക്ക് വലിയ ആശ്വാസം പകരുന്നു. റിബേറ്റ് അടക്കം 12.25 ലക്ഷം വരെ വരുമാനമുള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ട. ഇതുപ്രകാരമുള്ള പുതിയ നികുതി സ്ലാബ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആദായ നികുതി സ്ലാബിലെ പുതിയ സ്കീമിലുള്ളവർക്ക് മാത്രമാണ് ഈ നികുതി ഇളവ് ബാധകമാവുക. ഇനി വരുമാനം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കമുള്ള 12.25 ലക്ഷം പരിധി കടന്നാൽ ഇനി പറയും വിധമായിരിക്കും സ്ലാബ് നിരക്ക്. 12 ലക്ഷത്തിന് മുകളിലുള്ളവർ എങ്ങനെ സ്ലാബ് പ്രകാരം നികുതി അടയ്ക്കണം? 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഒരൊറ്റ രൂപ പോലും ഇനി ആദായ നികുതിയില്ല. 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 4 ലക്ഷം വരെ 0%, 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5%, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10%, 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ 15%, 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 25 ലക്ഷം വരെ 25%, 25 ലക്ഷത്തിന് മുകളിൽ 30%. ചുരുക്കത്തിൽ 25 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ആദ്യ 4 ലക്ഷം രൂപ വരെയുള്ള പണത്തിന് നികുതി അടയ്ക്കേണ്ട. 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതി കൊടുക്കണം. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള തുകയ്ക്ക് 10% നികുതി കൊടുക്കണം. 12 മുതൽ 16 ലക്ഷം വരെയുള്ള തുകയ്ക്ക് 15% നികുതി കൊടുക്കണം. ഇതായിരിക്കും ആ സ്ലാബ് പാറ്റേൺ. മധ്യവർഗ കുടുംബങ്ങളിൽ മേലുള്ള നികുതി ബാധ്യത പരമാവധി കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ആളുകളുടെ സേവിങ്സ് പരമാവധി വർദ്ധിപ്പിക്കുക, ചെലവാക്കൽ വർദ്ധിപ്പിക്കുക, അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുക. 60 മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള അടിസ്ഥാന ഇളവ് 3 ലക്ഷമാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഇത് 5 ലക്ഷം. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതിന് തൊട്ടുപിന്നാലെ പണപ്പെരുപ്പം ഇന്ത്യയിൽ കൂടി. രൂപയുടെ മൂല്യം കുറഞ്ഞു, വിലക്കയറ്റം ഉയർന്നു. പക്ഷേ ഇതിൻ്റെ ഗുണം മധ്യവർഗത്തിന് ലഭിച്ചിരുന്നില്ല. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ദിവസം ജോലിക്ക് പോയാൽ പ്രതിദിന വരുമാനം 1000 രൂപ കിട്ടുന്നവർ ഏറെയുണ്ട്. ഇവരൊക്കെ നികുതി നൽകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കള്ളത്തരം കാണിക്കുന്നു, പ്രത്യേകിച്ച് കണക്കുകളിൽ. ഇനി 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നതോടെ അവർ ഒരുപാട് കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. തങ്ങളുടെ കൈകളിലെത്തുന്ന പണം പല വിധത്തിൽ അവർക്കിനി ചെലവഴിക്കാൻ കഴിയും. അത് മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലും. കൂടുതൽ നികുതി ഇനത്തിൽ കേന്ദ്ര സർക്കാരിൽ തന്നെ ഈ പണം ചെന്നെത്തും. 2024 ബജറ്റിൽ തങ്ങൾക്കു പറ്റിയ പിഴവ് തിരുത്തുകയാണ് ഇപ്പോൾ ആദായ നികുതി സ്ലാബ് ഉയർത്തുക വഴി മോദി ചെയ്തിരിക്കുന്നത്. 2024 ബജറ്റിൽ ഏറെ പ്രഖ്യാപനങ്ങൾ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന മോദി വാരിക്കോരി ജനോപകാര പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും ആദായ നികുതി സ്ലാബ് പുനഃപരിഷ്കരിക്കുമെന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചു. നിലവിൽ 7 ലക്ഷമായിരുന്നു ആദായ നികുതി പരിധി എന്നതാണ് വസ്തുത. ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കാർഷിക രംഗത്ത് വലിയ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന ബജറ്റാണ് ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ധനകാര്യ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. വയോജനങ്ങൾക്കും നിരവധി നികുതി ഇളവ് പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. പ്രായമായവർക്ക് 4 വർഷത്തേക്ക് പുതുക്കിയ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ കഴിയും. TDS പലിശ പരിധി മുതിർന്ന പൗരന്മാർക്ക് 50,000-ൽ നിന്ന് 1 ലക്ഷമായി ഉയർത്തി. പുതിയ ഘടനകളുമായി പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ഇന്ത്യയിൽ നിലവിൽ വരും. TDSന്റെ പരിധി 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിലേക്ക് ഉയർത്തി. ഇത് നികുതിദായകർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും. വീട്ടുവാടകയുടെ TDS പരിധി 6 ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു. ഇതും മധ്യവർഗത്തിന് വരുമാനം കൂട്ടാനിടയാക്കും. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം കയ്യടി നേടിയ മറ്റൊരു ബജറ്റ് അടുത്ത കാലത്തൊന്നും അവതരിപ്പിച്ചിട്ടുണ്ടാകില്ല. അത്ര വലിയ സന്തോഷ പ്രഖ്യാപനമാണ് മധ്യവർഗത്തിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2047-ൽ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുമെന്നാണ് മോദിയുടെ പ്രഖ്യാപനം. അതിലേക്കുള്ള സുവർണ കാൽവയ്പ്പാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റ്. കേന്ദ്ര സർക്കാർ 2025 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ശില്പികളെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കണം.
മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയരേഖ എഴുതി ചേർത്തവരിൽ പ്രധാനിയാണ്. IIM അഹമ്മദാബാദിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വി അനന്ത നാഗേശ്വരൻ ഇന്ത്യ ഗവൺമെന്റിലെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. ബജറ്റിന്റെ മാക്രോ ഇക്കണോമിക് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേയുടെ കരട് രൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം ശക്തമായി നിലകൊണ്ടു. IIT കാൺപൂരിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മനോജ് ഗോവിൽ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. പുതിയ സ്കീമുകളുടെ അംഗീകാരം, ചെലവ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വക. ടീമിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് അജയ് സേത്ത്. 2021 ഏപ്രിൽ മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിനെ നയിക്കുന്നത് ഇദ്ദേഹമാണ്. അന്തിമ ബജറ്റ് രേഖകൾ തയ്യാറാക്കുന്നതിലും മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിലുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കർത്തവ്യം. ബജറ്റ് വിഭാഗം തലവൻ കൂടിയാണ് അജയ് സേത്ത്. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കിയതും അജയ് സേത്ത് തന്നെ. തൂഹിൻ കാന്ത പാണ്ഡെ ധനകാര്യ റവന്യൂ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ബജറ്റ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് മറക്കാൻ കഴിയില്ല. 2025 ജനുവരിയിലാണ് ഒഡീഷ കേഡർ IAS ഓഫീസറായ തൂഹിൻ കാന്ത പാണ്ഡെ റവന്യൂ സെക്രട്ടറിയായി ചുമതലയേറ്റത്. ബീഹാർ കേഡർ IAS ഉദ്യോഗസ്ഥനായ അരുണീഷ് ചൗള DIPAMന്റെ സെക്രട്ടറിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള നോൺ കോർ ആസ്തികളുടെ മൂല്യം അൺലോക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വൈദഗ്ധ്യം പുലർത്തുന്നു. 1993 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ നാഗരാജു ത്രിപുരക്കാരനാണ്. മതിയായ ക്രെഡിറ്റ് ഫ്ലോ, ഫിൻടെക് നിയന്ത്രണങ്ങൾ, ഇൻഷുറൻസ് കവറേജ് വിപുലീകരിക്കൽ എന്നിവയിലാണ് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം. ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ബജറ്റിനെ വാഴ്ത്തുന്നത് ബിഗ് ബജറ്റ് എന്ന വാക്കോടെയാണ്. 2005 ആദായ നികുതി പരിധി 1 ലക്ഷം മാത്രമായിരുന്നുവെങ്കിൽ 2012 അത് 2 ലക്ഷമാക്കി ഉയർത്തി. 2014 2.5 ലക്ഷത്തിലേക്ക് ഉയർത്തി. 2019 ആദായ നികുതി വരുമാന പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. 2023 7 ലക്ഷം. അതാണിപ്പോൾ 2025 12 ലക്ഷത്തിലേക്ക് ഉയർത്തിയത്. നികുതിയും സാമ്പത്തിക മേഖലയും ഉൾപ്പെടെ 6 മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ബജറ്റിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭരണപരിഷ്കാരങ്ങളും ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണം എന്നിവ വികസിത ഭാരതത്തിന് ആവശ്യമാണ്. എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകും. 5 വർഷത്തിനുള്ളിൽ 6 മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നികുതി, ഊർജം, നഗരവികസനം, ഖനനം, സാമ്പത്തിക രംഗം, റെഗുലേറ്ററി പരിഷ്കാരങ്ങൾ എന്നിവയാണിത്. കൃഷിക്കാർക്ക് നമ്മൾ കൂടുതൽ മുൻഗണന നൽകും. ഇനി ശ്രദ്ധ നമ്മുടെ വളർച്ചാ സാധ്യതകളിലേക്കാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പുതിയ കേന്ദ്ര ബജറ്റിലൂടെ വില കുറയുന്നവ ഇവയൊക്കെ: മൊബൈൽ ഫോണുകൾ, ക്യാൻസർ, അപൂർവ രോഗങ്ങൾക്കുള്ള 36 മരുന്നുകൾ, ഇലക്ട്രിക് വാഹന ബാറ്ററികൾ, കാരിയർ ഗ്രേഡ് ഇഥർനെറ്റ് സ്വിച്ചുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി, സമുദ്ര ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, വെറ്റ് ബ്ലൂ ലെതർ. ഒരു പൂ ചോദിച്ചപ്പോൾ മോദിയും നിർമ്മല സീതാരാമനും പൂക്കാലം തന്നെ തന്നുവെന്നാണ് ഇപ്പോൾ ടാക്സ് വിദഗ്ധർ ഒരുപോലെ പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ടാക്സ് കാൽക്കുലേറ്ററിൽ തങ്ങളുടെ നികുതി പരിധി എങ്ങനെ വരുമെന്നൊക്കെ അവർ കണക്കുകൂട്ടുന്നു. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 80,000 രൂപ വരെ ലാഭം കിട്ടുമെന്നാണ് ഈ ബജറ്റ് പറയുന്നത്. അതുവഴി 18 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 70,000 രൂപ വരെ ലാഭം കിട്ടും. 25 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയും നികുതി ഇനത്തിൽ ഇനി ലാഭിക്കാം. പുതിയ ആദായ നികുതി സ്ലാബ് അനുസരിച്ചാണ് ഈ നേട്ടം. ടാക്സ് കൊടുക്കുന്നവർക്കും ടാക്സ് പരിധിയിൽ നിന്ന് ഒഴിവാക്കിയവർക്കും ഏറെ ആശ്വാസം പകരുന്ന ബജറ്റ്. ഇന്ത്യയുടെ കുതിപ്പിന് ബജറ്റ് തുടക്കമിടുമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. എന്തായാലും മധ്യവർഗത്തിന് വളരെ നേട്ടം തരുന്ന ഒരു ബജറ്റ് തന്നെയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. മോദിക്കും നിർമ്മല സീതാരാമനും നിർത്താത്ത കയ്യടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.